വാസുകിയും പ്രതാപും വന്നപ്പോ കാണുന്നത് അവന്റെ മാറി പറ്റിച്ചേർന്നുറങ്ങുന്ന പാച്ചുവിനെയാണ്. അവനവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അവൾ വേദന കൊണ്ട് ഞെരങ്ങുമ്പോൾ പയ്യെ അവൻ തട്ടി തലോടും. ആ തലോടൽ മതിയെന്ന് തോന്നും അവളുടെ വേദന മാറാൻ. വാസുവിനെയും വിളിച്ച് പ്രതാപ് പുറത്തിരുന്നു. അവരുടെ മനസ്സിൽ തങ്ങളുടെ മക്കൾ സുരക്ഷിതമായ കൈകളിലാണ് എന്ന സന്തോഷമാണ്. പാച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളെയും പൊതിഞ്ഞു പിടിച്ചുറങ്ങുന്ന അഭിയെയാണ് കാണുന്നത്. അവൾ കൈ ചെറുതായി ഒന്ന് പൊക്കിയപ്പോൾ അവൻ ആ ഉറക്കത്തിലും അവളെ തലോടിക്കൊണ്ടിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയും നേരം അനുഭവിച്ച ടെൻഷൻ വിളിച്ചു പറയുന്ന പോലെ തോന്നി. കണ്ണുകളിൽ നീർച്ചാലിന്റെ പാട് കാണാം. അഭി ഉണർന്നപ്പോൾ അവനെ നോക്കിക്കിടക്കുന്ന പാച്ചുവിനെയാണ് കാണുന്നത്. എഴുന്നേറ്റോ, ഞാൻ ചെറുതായി മയങ്ങിപ്പോയി. എന്താ വിളിക്കാഞ്ഞേ? അതോ, എന്റെ ചെക്ക ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല ചേല. അതുകൊണ്ട് ഞാനിങ്ങനെ കിടന്നു. നിങ്ങളുടെ ചോര ഉറ്റുമായിരുന്നു. നല്ലോ പറയാനുണ്ടോ? പയ്യെങ്കിലും വായിൽ നാവിടരുത്. ഇത്രയും നേരം വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുമായിരുന്നു. അത് നേരത്തെ ചുമ്മാ ആക്ട് ചെയ്താ. എന്റെ ചെക്ക എന്നെ നോക്കുമെന്ന് തോന്നാൻ. എന്നിട്ട് എന്ത് തോന്നി? നോക്കും. നീ അല്ലാതെ ആരാ എന്നെ ഇങ്ങനെ നോക്കാൻ? അവന്റെ കൈയിൽ ചുംബിച്ചു. ഓയ് കാലോ, എന്തോ? തലയണേക്കാൾ സുഖം നിന്റെ കൈയാണ് തല വെച്ച് കിടക്കാൻ. ആണോ? ആണ്. ആണോ എന്ത് എന്നൊക്കെ ചോദിക്കാനേ അറിയൂ. നീ എന്താ അൺറൊമാൻറ്റിക് കാമുകനാണ്? അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കിടന്നു. എന്നതാ കാല ഈ ആലോചിച്ചു കൂട്ടുന്നേ? നിനക്കെന്നെ സ്നേഹിക്കേണ്ട എന്ന് തോന്നുന്നുണ്ടോ പാറു? നീ എന്റെ ലൈഫിലേക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നിയോ? പറയുന്നേ. ഓഹോ, അബിയേട്ട ഒന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ചൊന്ന് ഇരുത്തിയേ. അവൻ അവളെ പിടിച്ചിരുത്തി. ഇനി അബിയേട്ട എന്തോ പറഞ്ഞല്ലോ, അതിന്റെ മറുപടി വേണ്ടേ? ഇങ്ങ അടുത്തു വാ, ആ ചെവി ഒന്ന് കാണിച്ചേ. എന്തിനാ? രഹസ്യ. അതിനെന്നതാ, നമ്മൾ മാത്രമേ ഉള്ളല്ലോ. ഞാൻ രഹസ്യം ചെവിയിൽ മാത്രമേ പറയൂ. അവൻ അവളെ ഒന്ന് നോക്കി അടുത്തോട്ട് നീങ്ങി ചെവി കാണിച്ചു കൊടുത്തു. പാച്ചു അവന്റെ കവളി ആഞ്ഞു കടിച്ചു. ടി വീടടി. അവന്റെ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്നു. നോക്കിയപ്പോ അവന്റെ കവളി ആഞ്ഞു കടിക്കുന്ന പാച്ചു. അകയും കിച്ചും ചെന്ന് പയ്യെ അവനിൽ നിന്നും അവളെ മാറ്റി. അബി അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ എന്നതാ ഉണ്ടായേ? നീ എന്തിനാ മോനെ കടിച്ചേ? അത് അടിക്കാൻ എന്റെ കൈ വയ്യായിരുന്നു, അതാ. നീ എന്തിനാ ഇവനെ അടിക്കാൻ നോക്കുന്നേ? അച്ഛേ, അബിയായിട്ട് എന്നെ നൈസായി തേക്കാൻ പോയി. ഞാനോ? എപ്പോ? പാച്ചു, നീ എന്നതാ പറയുന്നേ? ഒന്ന് താഴെ വീണപ്പോ അവളുടെ ബുദ്ധിയും പോയോ? അത് നിന്റെ മറ്റവൾക്ക് ഞാൻ കാര്യമാണ് പറയുന്നേ. പാച്ചു, എന്നതാ ഉണ്ടായേ? പാച്ചു അബി അവളോട് പറഞ്ഞത് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. അബി അകിയെ തള്ളി മാറ്റി അവളുടെ അടുത്ത് പോയി. പാറു, സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്റെ കൊച്ചു കരയാതെ, തലനക്കരുത്, വേദന എടുക്കും. കൂടെ അവനും കരഞ്ഞു. അവന്റെ കരച്ചിൽ കണ്ടപ്പോ അവളുടെ കരച്ചിന്റെ വോളിയം കുറച്ചു. നിനക്ക് എന്തിന്റെ കേടാണ് അബി? എന്നെ തേച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്, നടക്കില്ല. ഇങ്ങനെ ആരേലും കെട്ടുന്നുണ്ടേ അത് എന്നെ ആയിരിക്കും, അല്ലെ ഞാൻ കൊല്ലും. അതിന് നോ കോംപ്രമൈസ്. അബി ചിരിച്ചോണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ ചെവിയിൽ പറഞ്ഞു, എനിക്ക് നീ മതിയടി കറമ്പി പാറു. പിന്നെ അങ്ങനെ പറഞ്ഞതോ? ചുമ്മാ. ആണോ? ആണ്. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. മതി മതി, രണ്ടിനെയും കെട്ടിപ്പിടുത്തം. എന്നെ അല്ലേ കെട്ടിപ്പിടിക്കുന്നേ, കിച്ചേട്ടനല്ലോ. ഇതിനോടൊന്നും പറയാൻ പറ്റില്ല ബ്രോ. നാണ എന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. അത് ഞാൻ സഹിച്ചു. നീ പോടി, നീ പോടാ. വയ്യെങ്കിലും അടങ്ങിയിരിക്കരുത്. എത്ര കൊണ്ടാലും പഠിക്കാത്ത സാധനം. മോനെ അനിയ, നിന്റെ കവളി നല്ലൊരു ശീലമുണ്ട് കേട്ടോ. അബി പാച്ചുവിനെ നോക്കി പേടിപ്പിച്ചു. എന്നെ കൂടുതൽ നോക്കി പേടിപ്പിക്കേണ്ട. അങ്ങനെയൊക്കെ പറയുമ്പോ ഓർക്കണം. മതി, ഇച്ചിരി നേരം അടങ്ങിയിരിക്കും, അല്ലെ കുറച്ചു കഴിഞ്ഞ് വേദന എടുക്കും. ഞങ്ങൾ നാളെ വരാം കേട്ടോടി. അടങ്ങിയിരുന്നോണം, നല്ല കുട്ടിയായിരിക്കണം. ഓംബ്ര. അച്ഛാ, ഞങ്ങൾ ഇപ്പൊ വരാം. അതും പറഞ്ഞ അബിയും അവരും പുറത്തുപോയി. അവളുമാരിവിടെ അഡ്മിറ്റാണ്, പോയി കാണണ്ടേ? പിന്നെ എന്റെ പെണ്ണിനെ തൊട്ടാന് ആങ്ങളമാർ കൊടുത്ത സമ്മാനം കാണട്ടെ, എന്നിട്ട് വേണം എന്റെ സമ്മാനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ. അതെ, ഞാൻ കുറച്ച് ഐഡിയ പറഞ്ഞു തരാം. ഓ വേണ്ട, അതെന്നാ ബ്രോ എന്റെ ഐഡിയക്ക് കുഴപ്പം? ആദ്യം നമുക്ക് അവരെ പോയി കാണാം, എന്നിട്ട് ബാക്കി. അത് തന്നെ. ഇതാര്? അഭിമോനോ? ഇതെന്താ ഇവിടെ? അത് പാച്ചു ഇവിടെ അഡ്മിറ്റാണ്, ഓഫീസിൽ നിന്നൊന്ന് വീണു. അപ്പോഴാ സ്റ്റാഫ് വിളിച്ചു പറഞ്ഞത് അപർണയ്ക്ക് ആക്സിഡന്റ് ആയെന്ന്. കണ്ടിട്ട് പോവാന്ന് കരുതി. ആ, ഇവർ രണ്ടും? മനുവിനെയും വരുണിനെയും ചൂണ്ടി ചോദിച്ചു. ഞാൻ മനു, ഇത് വരുൺ, അപർണയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ആ വാ. അഭി അപർണയെ നോക്കിയപ്പോ അവന്റെ ദേഷ്യം അടക്കാനായില്ല. വരുൺ അവന്റെ കയ്യിൽ പിടിച്ചു കണ്ണു ചിമ്മി കാണിച്ചു. ഞാൻ കരുതി അഭിയായിട്ട് എന്നെ കാണാൻ വരില്ലെന്ന്. അതിന് നീ എന്താ അല്ല തെറ്റും ചെയ്തോ? ഇല്ലല്ലോ. അതില്ല, രാവിലെ ഷൗട്ട് ചെയ്തപ്പോൾ. ദാറ്റ്സ് ലീവ് ഇറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ട് അഭിയേട്ടാ. അഭിയേട്ടൻ മാത്രമല്ല ഞങ്ങളും ഉണ്ട്. ഓ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാ. അഭിയേട്ടാ, കുറച്ചു നേരം കൂടി ഇരിക്കുവോ? അത് പറ്റില്ല, അഭിയേട്ടൻ ചെന്നിട്ട് വേണം പാച്ചുവിന് ഫുഡ് കഴിക്കാൻ, അല്ലേ അവള് കഴിക്കില്ല. ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്താന്ന് പറഞ്ഞു വന്നതാ, അല്ലേ സാറേ? അതിന് അവളുടെ അച്ഛനും അമ്മയും ഇല്ലേ?
അവളുടെ കൂടെ അല്ലയോ ഞാൻ വേണ്ടത്? പിന്നെ അപർണയുടെ കൂടെ ആക്സിഡന്റ് ആയ ഒരാൾ കൂടി ഇല്ലേ? ഞങ്ങൾ പോയി അവളെയും കൂടി കണ്ടിട്ട് വരാവേ. ഇതൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് കാണണം. അത് അഭിയേട്ടന്റെ ഇഷ്ടം. അത് നിന്റെ ഒടുക്കത്തെ കാണലായിരിക്കും പുന്നാര മോളെ, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊന്ന് മൂളി. എന്നാ ശരി, നമുക്ക് ഇറങ്ങാം. അവരവിടെ നിന്ന് ഇറങ്ങി. അല്ല, ഇനി എങ്ങോട്ടാ? അവളെ കാണാതെ എങ്ങനെ പോകും? അവളല്ലയോ നമ്മുടെ പ്രധാന ഇര. എന്നാ അങ്ങോട്ട് ചലിക്കാം. അങ്ങോട്ട് ഞങ്ങളും ഉണ്ട്. ആ സാമാനത്തിന് എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്നാ വായോ. അതും പറഞ്ഞ് ആ 5 പേരും കൂടി അങ്ങോട്ട് ചെന്നു. ആ റൂമിലോട്ട് കയറുമ്പോ അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു അഭി. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ അമല? ഇതാര്? നിങ്ങൾ എന്താ ഇവിടെ? തനിക്കോ അപർണയ്ക്കോ ആക്സിഡന്റ് ആയി ഇവിടെ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞു. കാറിന്റെ ബ്രേക്ക് കിട്ടിയില്ല, ബ്രേക്ക് ജാമായി പോയി. അല്ല, സാറുണ്ടോ ഇവിടെ? പാച്ചുവിനെയും കൊണ്ട് വന്നതാ. ഓ, ഞാൻ ആ കാര്യം മറന്നു. എങ്ങനെയുണ്ട്? ഷീസ് ഫൈൻ. അല്ല, ഇവർ ആരാണ്? ഷീസ് ബെറ്റർ നോ. ഞാൻ അവളുടെ ബ്രദർ കിച്ചു. ഇതവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അഖിൽ. പരിചയപ്പെട്ടത് സന്തോഷം. അപ്പൊ താൻ റെസ്റ്റ് എടുക്ക്. അവിടെ നിറങ്ങി അഭി പോയത് അഖിയുടെ ക്യാബിലായിരുന്നു. അവിടെയുള്ള സാധനമെല്ലാം വലിച്ചെറിഞ്ഞിട്ടും അവന്റെ ദേഷ്യം തീർന്നില്ല. നിനക്ക് എന്നാടാ? ഞാൻ എന്ത് ചെയ്യണം? എന്റെ പെണ്ണിനെ നോവിച്ചിട്ട് അവളുമാരുടെ അഭിനയത്തിൽ പൊട്ട ആട്ടം കാണുന്നത് പോലെ നിക്കാൻ വയ്യ. കൊല്ലും ഞാൻ. നീ ഓർക്കണം അഭി, അവർ മാത്രമല്ല ഇനിയുണ്ട് ആളുകൾ. നമ്മൾ എടുത്തു ചാടിയാൽ പാച്ചുവിനത് ബാധിക്കും. കിച്ചോട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവളുമാരുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ 2 പേരും ഒരേ നമ്പറിലേക്ക് കുറെ തവണ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ IP അഡ്രസ് അബ്രോഡാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വേട്ടമൃഗം ഇവിടെ ഉണ്ടെങ്കിൽ വേട്ടക്കാരനും അവിടെ കാണും. എന്തായാലും ഒരു തുമ്പ് നമുക്ക് കിട്ടാതിരിക്കില്ല. എനിക്കറിയേണ്ടത് ഇത് എനിക്ക് വേണ്ടിയാണോ അതോ പാച്ചുവിന് വേണ്ടിയാണോ അവര് കളിക്കുന്നതെന്നാ. ഇനി എന്തായാലും പാച്ചുവിനെ നന്നായി ശ്രദ്ധിക്കണം. അല്ലെ ഇനി ഇതുപോലെ ഉണ്ടാവില്ല ഏട്ടാ. അതിന് ഞാൻ സമ്മതിക്കില്ല. കിച്ചുവിന്റെ ഫോൺ ബെല്ലടിച്ചു. ആ ചെറിയച്ച പറ. ആണോ? ഞാൻ അങ്ങോട്ട് വരുന്നു. ശരി. എന്താടാ അച്ഛൻ വിളിക്കാൻ? അതോ, എന്റെ അനിയത്തി ആ കുരിപ്പ് ഇപ്പൊ വിശപ്പില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കാം. അങ്ങോട്ട് ഞാൻ ചെല്ലാൻ. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഇറങ്ങുക. എന്നാ ശരി, നിങ്ങൾ വിട്ടോ. അതിനെ പോയി എങ്ങനെയും മെരുക്കട്ടെ. ഇവന്റെ വിധി അത്രയ്ക്ക് ഹൊറിബിളാണോ? എന്ത് തോന്നുന്നു? സാർ ലോങ് ടൈം പോളിസി എടുത്തോ? അഭി അതിനൊന്ന് ചിരിച്ചു. അപ്പൊ ശരി, ഇനി യാത്രയില്ല. അതേസമയം പാച്ചുവിന്റെ മുറി. പാച്ചു, നീ വാശികള, എന്നിട്ട് ഇത് കഴിക്കാൻ നോക്ക്. എനിക്ക് ചപ്പാത്തി വേണ്ട. നീ അല്ലേ പറഞ്ഞത് ഇത് മതിയെന്ന്? അതല്ലേ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അച്ഛയുടെ പൊന്നല്ലേ, ഇത് കഴിക്കും. വേണ്ടച്ചേ, അതിന് ടേസ്റ്റ് ഇല്ല. ഇതും കണ്ടുകൊണ്ടാണ് അഭിയും കിച്ചു ആക്കി അങ്ങോട്ട് വന്നത്. എന്റെ പാച്ചൂസേ, എന്നതാ കുഞ്ഞെ നിനക്ക് കഴിച്ചാൽ? ഇതിനൊരു ചൊവ്വ കഴിക്കാൻ തോന്നുന്നില്ല. ഒരു ചൊവ്വയില്ല, ഇവിടെ അഹങ്കാരാണ്. പാച്ചു കിച്ചുവിന്റെ നെഞ്ചിച്ചാരി മുഖം ഒളിപ്പിച്ചിരുന്നു. സത്യാണ് ഏട്ടായി, അതിന് ചൊവ്വയാ. ആർക്കും എന്നെ വേണ്ട. ഇവളുടെ വാശി കളഞ്ഞിട്ട് വിളിക്ക്, ഞാൻ പുറത്തു കാണും. സർജറിയുടെ മരുന്നിന്റെയാണ്. കഞ്ഞി കൊടുത്താൽ മതിയായിരുന്നു. അഭി വാസുവിനെ കൂട്ടി പുറത്തു പോയി ചേറിലിരുന്നു. അമ്മേ, അവൾക്ക് വേണ്ടി ഞാൻ. എന്റെ മോൻ എന്നാത്തിനാ സങ്കടപ്പെടുന്നേ? അവൾക്ക് വയ്യാതെ വരുമ്പോ വാശിയും കൂടും. അപ്പൊ കൊഞ്ചിച്ചു കൂടി ചെയ്താൽ ആ പെണ്ണ് തലേ കയറിയിരിക്കും. അതോടെ ചെറുതായി അവളെ പേടിപ്പിച്ച് നിർത്തിക്കോ. എന്താണ് അമ്മയും മോനും കൂടി? അല്ല, നിങ്ങളെ മോളെ പേടിപ്പിച്ച് നിർത്തിയില്ലേ തലേ കയറി ഇരിക്കുമെന്ന് പറഞ്ഞതാ. എന്റെ കൊച്ചിനെ പറയുന്നു. പാറു കഴിച്ചോ? ഇല്ല, കിച്ചുവിന്റെ അടുത്തിരിപ്പുണ്ട്. മുഖം ഒരു കൊട്ടയുണ്ട്. ഞാൻ പോയൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. പാറൂസേ, ആ നീ വന്നോ? ഞാൻ പോയി ക്യാൻറ്റീനിൽ പോയി കുറച്ച് കഞ്ഞി മേടിച്ചിട്ട് വരാം. അതുവഴി ഞാൻ പോവും കേട്ടോ. അവിടെ അച്ഛൻ മാത്രമേ ഉള്ളല്ലോ, അവർക്ക് കൂട്ട്. ആ, ഏട്ടത്തി ഒന്നാമതേ ഇപ്പൊ ഛർദിച്ച് വലഞ്ഞു കാണും. ഏട്ടത്തിയോട് പറയണ്ട, വെറുതെ ടെൻഷൻ ആക്കണ്ട. പാച്ചൂസേ, ഏട്ടൻ പോയിട്ട് നാളെ വരാവേ. നല്ല കൊച്ചായി അടങ്ങിയിരിക്കണം, തല അനക്കരുത്. രാത്രി വേദന എടുത്താ പറയണം, അമ്മയോട് വഴക്കടിക്കരുത്. എന്റെ പൊന്നോ, മനസ്സിലായേ? ഡാ ശരി. അച്ഛനും അമ്മയും പുറത്തുണ്ട്. പാറു, എന്നത്തിനാ അമ്മയോട് അങ്ങനെ പറഞ്ഞത്? നല്ല സങ്കടമുണ്ട് അമ്മയ്ക്ക്. അത് പെട്ടെന്ന്. നിന്റെ ദേഷ്യം എന്നോട് കാണിച്ചോ? അമ്മയോട് വേണ്ടാട്ടോ. ഇനി കാണിക്കൂല, പ്രോമിസ്. കിച്ചോടൻ കഞ്ഞി മേടിച്ചുകൊണ്ട് വരും. മുഴുവൻ കഴിക്കണം. അബേട്ടാ, കാലാ. കുറെ നേരായി കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും ഒരു കും. അച്ചോടാ, എന്റെ കൊച്ചിന് ദേഷ്യം വരുന്നോ? ഞാൻ നോക്കട്ടെ എവിടെന്നാ വരുന്നേന്ന്. വേണ്ട. വേണം. വേണ്ടന്നേ. വേണം, ഒരെണ്ണം. അത് അബിയേട്ടാ, ഞാൻ ഒന്നിലൊന്നും നിർത്തൂല. എനിക്ക് എന്നെ തന്നെ വിശ്വാസം പോരാ. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മാറി. അവളെ അവനോട് ചേർത്തിരുത്തി. എനിക്കൊരു കാര്യം പറയണം. എന്റെ തല ഇടിച്ചതല്ല, പിന്നെ ആരോ എന്തുകൊണ്ട് തല്ലിയതാ. ഞാൻ കണ്ടു, അതിനുള്ളത് കൊടുത്തു. നിനക്ക് പേടിയുണ്ടോ പാറു? എനിക്കോ പേടിയോ? ഞാൻ ഈ കാലന്റെ പെണ്ണല്ലേ,
ഞാൻ പേടിക്കാവോ? പിന്നെ അവരെ തട്ടിയേക്കാം. നീ പറഞ്ഞ പിന്നെ എന്ത്? അതാണ്. പിന്നെയുള്ള 2 ദിവസം പാച്ചുവിന്റെ കുരുത്തക്കേട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അവൾക്ക് സപ്പോർട്ടിന് ചങ്ക അച്ചു വന്നു. പിന്നെ അവിടെ ഒരു മേഡായിരുന്നു. നല്ല ചുള്ളൻ ഡോക്ടർമാരെ രണ്ടും കൂടി ഇരുന്ന് വായി നോക്കാനാണ് പ്രധാന പണി. സർജറി കഴിഞ്ഞതിന് ശേഷം ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതൊരു തരത്തിൽ നമ്മുടെ പാച്ചുവിന് സുഖമല്ലേ? എങ്ങനെ ഉണ്ടടി? 1-2 കൊള്ളാം. ഞാൻ ചോദിച്ചത് വേദനയാണ്. നമുക്ക് തിരിച്ചു റൂമിൽ പോവാം. മതി. ഓ, അത് അങ്ങനെ പോകുന്നു. അല്ലടി, നമ്മുടെ വിനോദ് സാർ വീണോ? എവിടെന്ന്? അങ്ങയുടെ പുറകെ നടക്കുന്ന സമയത്ത് നേരെ വെച്ച് പിടിച്ചിരുന്നിൽ എനിക്ക് വല്ല റെക്കോർഡും സ്വന്താക്കായിരുന്നു. അതേത് റെക്കോർഡ്? വേൾഡ് റെക്കോർഡ്. അതെങ്ങനെ? ഇങ്ങ് കേരളത്തിൽ നിന്ന് അങ്ങ് ഹിമാലയത്തിൽ നടന്നെത്തിയ റെക്കോർഡ്. എന്തേ? ഓഹോ, അങ്ങനെയോ? ഡി, അത് വിട്. നോക്കിയടി, നല്ല ചുള്ളൻ ചെക്കൻ അല്ലയോ? കുറച്ച് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് രണ്ടും കൂടി വായ നോക്കാൻ അങ്ങ് ഇറങ്ങി. 8-10 കൊച്ചിന്റെ നടപ്പ്. മീൻസ് ഞൊണ്ടി. നീ എന്നതാടി കയ്യിപ്പിച്ചത്? അതും പറഞ്ഞ് അവളെ നോക്കിയപ്പോ അവൾ കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്നു. നിനക്ക് എന്നാടി? അങ്ങോട്ട് നോക്കി. അവൾ പറഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോ ദാ നിൽക്കുന്നു മുറ്റത്ത് 3 മൈന. അഭിയേട്ടനോ? അഭിയേട്ടൻ എപ്പോ വന്നു? ദേ നോക്കിയടി, നല്ല ചുള്ളൻ ചെക്കൻ. ആ ഡയലോഗിൽ വന്നു. മനുവാണ് പറഞ്ഞത്. അഭിയേട്ടനെ നോക്കിയപ്പോ നോക്കി പേടിപ്പിക്കുന്നു. ഞാൻ വെറുതെ രസത്തിന്. നിന്നോട് ആരാടി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു അല്ലേ? അവൾ അച്ചുവിനോട് ചോദിച്ചു. അതെ. എന്നാ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത് ശുദ്ധവായു. ഇതാണോ മോളെ നിന്റെ ശുദ്ധവായു? യൂറ്റൂ. മതി, കയറിപ്പോ. വാ മോളൂസെ, നമുക്ക് ഇവർ പോയി കഴിഞ്ഞ് ബാക്കി നോക്കാം. ഡൺ. രണ്ടും കൂടി എന്നതാ രഹസ്യ ചർച്ച? അതോ, ഇവിടെ ഒരു അടിപൊളി നഴ്സുണ്ട്. അത് ചേട്ടന് നല്ല മാച്ചാണെന്ന് പറഞ്ഞതാ. ചേട്ടനോ? ചെറ്റാണ്. നമ്മുടെ പ്രായമുള്ളൂ, അതുകൊണ്ട് നോട്ട് റെസ്പെക്ട്. സത്യം? ഞാനായിട്ട് മാച്ചാണോ? പിന്നല്ല, നിനക്ക് പൊളിയാണ്. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാവേ. ഞാനാണോ കോഴി? ഇവനാണോ കോഴി? മനുവിന്റെ ആത്മയാണ്. പിന്നെ റൂമിൽ പോയി. ആ വന്നോ? അമ്മ പറഞ്ഞതുപോലെ അവിടെ വായി നോക്കി നിപ്പുണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് അമ്മ. ഞാൻ പോയി വീട്ടിൽ പോയി ഈ തുണിയെല്ലാം കഴുകി രാത്രിക്കുള്ള ഫുഡുമായി വരാം. ഇപ്പൊ ഏട്ടൻ വരും. വസു പറഞ്ഞു. ഞങ്ങളുണ്ടല്ലോ, പോയിട്ട് വാ. അമ്മ വരുമ്പോ ചിപ്സ് കൊണ്ടുവരാൻ മറക്കല്ലേ. എങ്ങനെ സാധിക്കുന്നടി? നീ പോടാ പട്ടി. അച്ഛൻ വന്ന് അമ്മയും കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ 4 കൂടി കത്തി വെച്ചിരുന്നു. ഇടയ്ക്ക് അഭിയേട്ട ഓഫീസിലെ വർക്ക് നോക്കുന്നുണ്ടായിരുന്നു. വരുൺ ആ നഴ്സിനെ നോക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പോയി ചായ മേടിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം സാർ. അഭി അവനെ നോക്കി പേടിപ്പിച്ചു. നിന്നോട് ഞാൻ എന്ത് വിളിക്കണമെന്നാ പറഞ്ഞത്? അഭിയെന്ന്. പിന്നെ ഇപ്പോ? അത് പെട്ടെന്ന്. ഞാൻ പോയി ചായ മേടിച്ചിട്ട് വരാവേ. ഞാനും വരുന്നു. അല്ലെ ചിലവർ എന്നെ ഇരുത്തി ഇവിടെ ഡ്യുവറ്റ് കളിക്കും. ചിലപ്പോ വേണേ ക്യാമറ വരെ കളിക്കും. നിനക്ക് എന്നാടി? എനിക്കറിയാടി, നീ അതിനപ്പുറം ചെയ്യുമെന്ന്. വരുന്നുണ്ടേ, വാ, ഞാൻ പോവാ. അച്ചു അവളെ നോക്കി പേടിപ്പിച്ചു. ഞാൻ അവളെ കൊഞ്ഞനം കുത്തി കാണിച്ചു. അവൾ എന്നെ പൂജിച്ച് അവന്റെ കൂടെ പോയി. അഭിയേട്ടാ, ലവ് യു. ആ ചുള്ളനും കൊണ്ട് കൊടുക്ക്. എന്റെ ചുള്ളൻ നീയല്ലയോ? കൂടുതൽ സൂപിച്ചിരുത്താൻ നോക്കല്ലേ. അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. നീ പോടി. ഞാൻ പോവൂല. എന്റെ കാല, ഞാൻ ചുമ്മാ ഒരു രസത്തിന് നോക്കിയതാ. അങ്ങനെ നോക്കണ്ട മോനെ കാല, നിനക്ക് കുശുമ്പോ. അതും പറഞ്ഞ് അവന്റെ മേശയെ പിടിച്ച് വലിച്ചു. അടങ്ങി ഇരിയടി കോപ്പേ. നീ പോടാ കാല. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഡാ പോടാ എന്നൊന്നും വിളിക്കരുതെന്ന്. സ്നേഹം കൊണ്ടല്ലേ? ആ സ്നേഹം എനിക്ക് വേണ്ട. എന്നാ പോ, എന്നോട് മിണ്ടണ്ട. കുറച്ചു നേരമായിട്ട് അനക്കൊന്നും കേൾക്കാതെ നോക്കിയപ്പോ ദേ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ പൊട്ടും. അവൻ പോയി അവളുടെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചവളെ മടിയിലിരുത്തി. പാറു? ഞാൻ ആരുടെയും പാറുവല്ല. അല്ലേ? അല്ല. അപ്പൊ ഈ തേമിട്ടായി ഞാൻ ആർക്ക് കൊടുക്കും? ഇന്നലെ വന്ന ലേഡി ഡോക്ടറിന് കൊടുക്കാം അല്ലേ? ഓഹോ, ഇതെന്റെ. ഞാൻ തരൂല. ഒരു ലേഡി ഡോക്ടർ വന്നിരിക്കുന്നു. കൊടുക്കൂ. കൊടുക്കണോ? വേണ്ട. വേണ്ട. താ. എന്ത്? എന്റെയാ. ആര്? 2. അപ്പേട്ടനും ഈ തേമിട്ടായി, അതുകൊണ്ട് തായോ. അപ്പൊ ഇങ്ങോട്ട് താ. കവൽ കാണിച്ചു കൊടുത്തു. ഉമ്മ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു. വേണോ? വേണ്ട. ആ ഡോക്ടറിനെ നോക്കണ്ട കേട്ടോ. ഇല്ല. വരുണിന്റെ മെസ്സേജ് കണ്ടപ്പോ അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. കാലന്റെ ചിരി. അതേസമയം ക്യാൻറ്റീന്. നീ അവിടെ ഇരിക്കും, ഞാൻ പോയി ഓർഡർ കൊടുത്തിട്ട് വരാം. മനു അച്ചുവിനോടാ പറഞ്ഞു. എനിക്കൊരു ഓറിയോ ഷേക്ക്. അത് മതിയോ തമ്പ്രാട്ടിക്ക്? ഒന്ന് പോയടി. അച്ചു ഒന്ന് പുച്ഛിച്ചു. മനു ഓർഡർ ചെയ്ത് വന്ന് 2 പേരും കൂടി അങ്ങനെ ഇരുന്നു. ഡി, ആ സോസ് വെറുതെ നക്കി തിന്നാതെ. നല്ല ടേസ്റ്റ് ആണ്. വേണോ? വേണ്ടായേ. ഓർഡർ വന്നപ്പോ അവനൊരു പ്ലെയിൻ കിസും കൊടുത്ത് അവള് കഴിക്കാൻ തുടങ്ങി. ഡി, പെട്ടെന്ന് നോക്കരുത്. പയ്യെ ഒന്ന് സൈഡിലോട്ട് നോക്ക്. അറിയാത്ത പോലെ. എന്തിനാ? ഒരുത്തൻ കുറെ നേരമായി നമ്മളെ തന്നെ നോക്കുന്നു. നമ്മളോടുള്ള ദേഷ്യം അയാൾ ആ ഫുഡിൽ ഇടയ്ക്ക് തീർക്കുന്നുണ്ട്.
നിനക്കറിയോ? അതാരാ? ഞാൻ നോക്കട്ടെ. പയ്യെ വെയിറ്ററിനെ വിളിക്കുന്ന പോലെ തിരിഞ്ഞു നോക്കിയപ്പോ ദേ വിനോദ് സാർ. അറിയോ? പിന്നെ ഒരു 3 വർഷത്തെ പരിചയമുണ്ട്. പുറകെ നടന്നതാ. ആര്? അയാളോ? അയാളല്ല, ഞാൻ. എന്ത്? ഞങ്ങളുടെ കോളേജിലെ സാറായിരുന്നു. ഞാൻ സിൻസിയറായി പുറകെ നടന്നിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പോലും മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ അയാളുടെ മുഖം കണ്ടിട്ട് നിന്റെ പുറകെ നടന്ന് നീ അയാളെ തേച്ച എക്സ്പ്രഷൻ ആണല്ലോ. നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ? പിന്നല്ലാതെ. ബട്ട് ഇപ്പൊ മൈൻഡ് ചെയ്യില്ല. നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. സാടാവല്ലേ മോളൂസേ. നീ കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണെ ഞാൻ അയാളെ ഓടിച്ചു മടക്കി നിന്റെ കൈ തരാം. സത്യം? ആടേ, നീ മുത്താണ്. അതും പറഞ്ഞ് 5-6 പ്ലെയിൻ കേസ് വാരി വിതറി. ഒരാള് ചവിട്ടിത്തുള്ളി പോകുന്നു. വാ, എഴുന്നേക്ക്, പോവാ. അതിന് ഞാൻ കഴിച്ചു തീർന്നില്ല. ദുരന്തമേ, പാഴ്സൽ മേടിച്ച് തരാം, വാ. എന്നാ ഓക്കെ, വാ. അവർ പാഴ്സലും അവർക്കുള്ള ചായയും മേടിച്ച് പുറത്തു വന്നു. അവനെ ചുറ്റും നോക്കിയപ്പോ കണ്ടു കാറിൽ ചാരി നിൽക്കുന്ന സാറിനെ. അവൻ അവളുടെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പോയി. സ്വന്തം ചേട്ടൻ. ഇതുപോലെയുള്ള പണി ജന്മത്ത് കിട്ടാനില്ല. ഇവൾ നിങ്ങൾക്ക് ചേരും മോനെ ചേട്ടാ. മനുവിന്റെ കളികൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.